വെൽക്കം ബാക്ക് ടു ആൻഡ്രിയാസ് വ്ളോഗ് ഡയറീസ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയ വീഡിയോ ആണ്. ഞങ്ങൾ കസിൻസ് 4 പേരും കൂടെ പുറത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരമൊക്കെ ഇപ്പം ഭാഗ്യത്തിന് മഴയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷനൊന്നും കണ്ടുപിടിക്കാണ്ടാണ് പോയത്. പക്ഷേ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ബാണാസുര ആ ഒരു ഡാമിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന്. അവിടേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. ഫ്രണ്ടിൽ പോകുന്നത് അപ്പുച്ചേട്ടനും കുഞ്ഞാത്തിയാണ്. അവർ പോവുകയാണ്. ഞങ്ങൾ ബാക്കിലാണ് പോയത്. മൺകുട്ടി ചേച്ചി ഉണ്ടായിരുന്നു. അവർ ശരിക്കും മുംബൈയിലാണ്. അപ്പം അവിടുന്ന് വന്നതാണ്. ഒരു മാമോദീസ ഉണ്ടായിരുന്നു. അപ്പം മൺകുട്ടി ചേച്ചി ശരിക്കും വഴിയൊന്നും അറിയാത്തതുകൊണ്ട് ഞങ്ങൾ ബാക്കിലാണ് പോയത്. ഞാൻ മൺകുട്ടി ചേച്ചീൻ്റെ കൂടെയായിരുന്നു ഇരുന്നത്. ഞങ്ങൾ പോകുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. അവിടുന്ന് പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കുറേ വഴിയൊക്കെ കണ്ടത്. ഇതുണ്ട് നല്ല രസമായിരുന്നു. ചില വഴിയൊക്കെ നിങ്ങൾ പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് കുറേ ഫോണൊക്കെ പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ട് ആ സ്ഥലമൊക്കെ കാണുന്നത്. ഞാൻ വയനാട്ടിലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതുവരെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു സ്ഥലമാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ നിന്ന് കാണാൻ അടിപൊളിയാണ്. ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അടിപൊളിയാണ് കാണാൻ. ഞങ്ങൾ അവിടെ ഇറങ്ങി കുറേ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തത് ഞങ്ങൾ വിചാരിച്ചു അവിടേക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവിടേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ഫുള്ള് ഭയങ്കര കട്ടറുള്ള റോഡായിരുന്നു. അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അവർ ബാക്കിൽ വരുന്നതൊക്കെ ഇതേ കേസ്. അങ്ങനത്തെ നല്ല ഗ്രീൻ വാട്ടർ, പച്ചവെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് പച്ചവെള്ളം കറക്റ്റ്. എന്നിട്ട് അത് നല്ല അടിപൊളിയാണ് കേസ് കാണാൻ. പിന്നെ വെള്ളം കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഇറങ്ങാൻ തോന്നി. അപ്പോൾ അതാണ് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഈ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞാൽ ഞാൻ ഫോണും പിടിച്ചിട്ട് ഇറങ്ങി. പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് ഇറങ്ങിയത്. ഞാൻ കുറേ നോക്കുന്നുണ്ട്. ഇറങ്ങി വെള്ളത്തിൽ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. അതെന്ന് വെച്ചാൽ ഡ്രസ്സ് നനയ്ക്കരുതല്ലോ, വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ അവർ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നായിരുന്നു. അവളും ഉണ്ടാവും. പിന്നെ വേറെ 2 പിള്ളേരും കൂടി ഉണ്ടായിരുന്നു അവിടെ. അവർ വെള്ളത്തിലൊക്കെ ഫുൾ ഇറങ്ങി. അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ ഈ നടക്കുന്നത് നിങ്ങൾ കാണുന്നത് റോഡാണ് ശരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം ഞങ്ങൾ ഇപ്പം മഴയല്ലേ, അതുകൊണ്ട് ഫുള്ള് ആ ഒരു വണ്ടിയൊക്കെ പോകുന്ന ആ ഒരു അവിടം വരെ പോകുന്നതാണ്. പക്ഷേ ഇപ്പം മഴയായതുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളമായതാണ്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു സ്ഥലം കണ്ട അതാണ് ഞാൻ എന്തൊക്കെയോ കിടന്ന് കാട്ടുന്നത്. ഞാൻ പറയുന്നതാണ്, ഞാൻ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതെന്ന് പറയുന്നതാണ്. ഞങ്ങൾ പിന്നെ പോയത് ബാലക്കോട്ടയ്ക്കാണ്. അതാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴിയൊക്കെ ഫുള്ള് കട്ടറാണ്, അടിപൊളിയാണ്. ഞങ്ങൾ കുലുങ്ങി അതാണ് നിങ്ങൾ കാണുന്നത്, കുലുങ്ങി പോകുന്നത്. ഞങ്ങൾ ബാക്കിലാണല്ലോ പോകുന്നത്. അപ്പോൾ അവൾ ഫ്രണ്ടിൽ നിന്ന് എന്തൊക്കെയോ പുറകിലോട്ട് തിരിഞ്ഞ് ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ. അതിന് ഞങ്ങൾ പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. നല്ല അടിപൊളി വഴിയാണ്, സൂപ്പറാണ്. അത് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ അവിടെ എത്തി. അതാണ് നിങ്ങൾ ബോർഡൊക്കെ കാണുന്നത്. വലിയ ഇനിയിപ്പോൾ കുറേ കുണ്ടും കുഴിയുള്ള വഴിയൊക്കെയാണ് ഞങ്ങൾ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടേക്കുള്ള വഴി ഭയങ്കര മോശം. അതുകൊണ്ട് അപ്പുചേട്ടൻ പറയാണ് സൂക്ഷിച്ച് പോകണം, ഫുള്ള് കല്ലൊക്കെ, അതിന് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ഫുള്ള് ഭയങ്കര കുത്തനെയുള്ള കയറ്റോ കുറേ, പിന്നെ വരുമ്പോൾ കുത്തനെയുള്ള അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി വഴി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും വലിയ ഓഫ് റോഡ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കേസ് നിങ്ങൾക്ക് ഞങ്ങൾ പോകുന്ന വഴി കാണാമല്ലോ, കണ്ടോ എന്താണ്. ഫോണൊക്കെ കുലുങ്ങിയാണ് പോകുന്നത്. അത്ര കട്ടറായിരുന്നു. ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞാൽ പക്ക ഓഫ് റോഡ്. അതാണ് ഗിസ്. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ ഒരു വഴി വന്നു. ഇത്രയും വലിയ വഴി കണ്ടോ ഗിസ്, ഫുള്ളിങ്ങനെ വലിയ കല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 പേർ കൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ നടന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. കാട്ടിൻ്റെ നടുക്കാന്നാ തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഈ കയറി പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത്. അടിപൊളി വഴിയാണ്. നല്ല ഇങ്ങനെ കാലൊക്കെ എടുത്ത് വെച്ച് കയറണം. അപ്പം ഇവർ ഫ്രണ്ടിലടക്കുക 2 പേരും. പിന്നെ മണിക്കുട്ടി ചേച്ചി ബാക്കിലുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ബാക്കിലടക്കുക, വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊന്നും നോക്കാത്തതുകൊണ്ട് അപ്പുചേട്ടന് പറയാം അങ്ങോട്ട് നോക്ക്, കണ്ണും തുറന്ന് നോക്കുന്നത്. കാരണം ഞാൻ വീഡിയോയിലാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നല്ല രസമായിരുന്നു ഗൈസ് കാണാൻ. അവിടുന്ന് ഫുള്ള് നല്ലൊരു വ്യൂ ആണ്. അതൊന്നും ഞാൻ കാണാണ്ടാണ് വീഡിയോയിൽ നോക്കി കിടക്കുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു ഗൈസ്. അതാണ് ഞാൻ സൂം ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ രസമുണ്ട്. അപ്പോൾ ഏകദേശം ഞങ്ങൾ ആ ഒരു സ്ഥലത്തെത്തി. വിളി അനങ്ങി ആമയെ പോലെ നടക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി വേഗം നടക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഫ്രണ്ട് ഇറങ്ങുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ ചാടി വരുന്നത് നിങ്ങൾക്ക് കാണാം.
ഗൈസ് അപ്പം ഇതാണ് വഴി ഗൈസ്. ആരുടെ വീടാണുള്ളത്? പൊടി വീട്ടിൽ പോയിട്ടോ ഇഷ്ടമെന്നാലോ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ കേസ് ഇപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലമില്ല, അത് കഴിഞ്ഞുള്ള ലുക്കാണ്. അവിടെ നിന്ന് കാണുന്ന ലുക്കാണ് കേസ്. അടിപൊളിയാണ് അവിടെ നിന്ന് കാണാൻ, എനിക്ക് സൂപ്പറാണ് കേസ്. അപ്പോഴാണ് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അപ്പുച്ചേട്ടനെ കാണുന്നില്ല. അപ്പുച്ചേട്ടൻ നോക്കുമ്പോൾ ബാക്കിലുണ്ട്. അവിടെ നിന്ന് നോക്കുകയാണ്. അപ്പുച്ചേട്ടനോട് കുറേ വന്നിട്ടുള്ളതൊക്കെയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് വഴി. ഫുള്ള് ചുറ്റും മറ്റേ എന്തോ പുല്ലോ, ആ ഒരു പുല്ല് തൊട്ടാ ഇങ്ങനെ മുറിയുന്ന പുല്ല്, ആ ഒരു പുല്ലാണ്. അതിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതേ നടക്കണം. ഫ്രണ്ടിൽ അപ്പുച്ചേട്ടൻ നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി കുറച്ച് ഇനിയുള്ള കാര്യങ്ങൾ മണിക്കുട്ടി ചേച്ചി പറയുന്നതാണ് ഗൈസ്. പുതിയ വ്ളോഗറാണ്. So we are going for a trek. Wait, road is so pagda. Wait, where's the river? ये पूरा चढ़ना है. അപ്പോൾ ഗൈസ് നിങ്ങൾ കേട്ടില്ലേ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മണിക്കുട്ടി ചേച്ചിനോട് ഞാൻ കുറേ വീഡിയോസൊക്കെ മണിക്കുട്ടി ചേച്ചീൻ്റെ ഫോണിലാണ് എടുത്തത്. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു ആ വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞിട്ട് ഫുള്ളും കൂടി സെലക്ട് ചെയ്തിട്ട് അങ്ങിട്ടപ്പോൾ അറിയാണ്ട് പെട്ടുപോയത്. ഇത് ഇടുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. വീഡിയോ കാണുമ്പോൾ കണ്ടോട്ടെ. ഞങ്ങൾ പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ടോപ്പിലോട്ടാണ് പോകുന്നത്. ആ ഒരു എന്താ പറയുക ഫുള്ള് വ്യൂ കാണുന്ന. അപ്പോൾ അപ്പച്ചേട്ടനും ചേച്ചി ബാക്കില്ല. അപ്പോഴായിരിക്കും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകുന്നതാണ് നിങ്ങൾ കണ്ണതിൻ്റെ ഇടയ്ക്ക് മേലെ കുറേ പാറയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അവൾ അതിൽ ഓരോത്തിൽ വലിഞ്ഞ് കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് വീഡിയോ എടുക്കുന്നതാണ്. കണ്ടോ, അവിടുന്ന് കാണാൻ പക്ഷേ രസമാട്ടോ. ഞാനും കയറി ലാസ്റ്റ്. എല്ലാവരും കയറി. അവിടുന്ന് കാണുമ്പോൾ കറക്റ്റ് വ്യൂ എല്ലാം കാണാം. അപ്പം കറക്റ്റ് അടിപൊളിയാണ് ഗൈസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് അവിടെ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ കയറി എനിക്കോ കയറി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ. നല്ല രസമായിരുന്നു ഗൈസ് കാണാൻ. അപ്പോൾ ഇതാണ് ഗൈസ് ഫോട്ടോസൊക്കെ കണ്ടോ ഞങ്ങളെടുത്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് അവിടുത്തെ വ്യൂ. കുറേ നല്ല രസമുണ്ട്, പക്ഷെ ഫുള്ള് ഫോണ് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോവാണ്. പിന്നെ അവിടെ ഫുള്ള് കുറേ നല്ല കാടാണല്ലോ. അപ്പോൾ മറ്റേ ഏതോ ഒരു ജീവിയുടെ സൗണ്ടാണ്. കര 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 അങ്ങനത്തെ ഒരു ജീവിയില്ല, ആ ഒരു ജീവിയുടെ സൗണ്ടാണ് ഗൈസ്. ആ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇത് ഈ സൗണ്ടാണ് കേട്ടോ ഗൈസ് കേൾക്കുന്നത്. അപ്പോൾ ഗൈസ് ശരിക്കും ഇതാണ് വ്യൂ പോയിൻ്റ്. ഒരു കുരിശൊക്കെ ഉണ്ട് കണ്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് കുറച്ചൊക്കെ നമുക്ക് പോവാം. അതാണ് ഗൈസ്. നടക്കോ തിരിച്ചു പോവാ ഗൈസ്. ആ അപ്പോൾ ഗൈസ് നമ്മൾ വേറൊരു വഴിയാണ് വരുന്നത്. മടുത്തു ഇങ്ങനത്തെ ഒരു വഴി കൂടെ പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ തിരിച്ചു പോന്നു. നടക്കുന്ന ആ ഒരു വഴി ഞങ്ങൾ പോയ വഴി കൂടെ അല്ല വന്നത്, വേറൊരു വഴി കൂടെയാണ് വന്നത്. പിന്നെ വണ്ടി പോകുന്ന ആ ഒരു വഴി മാത്രമാണല്ലോ ഉള്ളൂ, നേരത്തെ കാണിച്ച ആ കട്ടറുള്ള റോഡ്, അതിലൂടെ തന്നെയാണ് വന്നത്. പിന്നെ നല്ല രസമായിരുന്നു ഗൈസ്. അപ്പോൾ ആകാശം കാണാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. കറക്റ്റായിട്ടൊന്നും ഗൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ചായ കുടിക്കാനാണ്. പക്ഷെ ചായ കുടിച്ചില്ല, ഷവർമ ഓർഡർ ചെയ്തു. അപ്പോഴേക്കും അപ്പുച്ചേട്ടനെ കൊച്ചപ്പൻ വിളിച്ചു. അപ്പോൾ കൊച്ചപ്പൻ്റെ അടുത്തേക്ക് അപ്പുച്ചേട്ടനെ പോയി, എന്നിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഷവർമ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പം ഇനിയൊരു മാമോദീസയുടെ വ്ളോഗ് കമ്മിങ് സൂൺ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.